അദ്ധ്യായം 10. കുഞ്ഞിനൊന്നും മനസ്സിലായില്ലെങ്കിലും അവൻ പുഞ്ചിരി തൂകി. അവന് ആ സർപ്പം തന്നെ തഴുകുന്നത് പോലെയാണ് തോന്നിയത്. സർപ്പത്തിന് തൻ്റെ തെറ്റ് ബോധ്യമായി. ആ കുഞ്ഞിന് ദിവ്യശക്തിയുണ്ടെന്ന് അതിന് മനസ്സിലായി. അവൻ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറി. കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് നദിയിലേക്ക് തന്നെ തിരികെ മടങ്ങി. കുഞ്ഞിന് അവൻ പോയത് സങ്കടമായി. അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. കുഞ്ഞ് ഹൃദയത്തെ കീറിമുറിക്കും മാതിരി കരയാൻ തുടങ്ങി. അവൻ്റെ കരച്ചിൽ കേട്ട് സൂര്യദേവന് സഹിക്കുവാനായില്ല. അദ്ദേഹം കോപം പൂണ്ടു. സൂര്യൻ്റെ താപം മനുഷ്യർക്ക് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. കുഞ്ഞ് ഒഴുകി ഗംഗാനദി തടത്തിലെത്തിയിരുന്നു. രംഗം പന്തിയല്ലെന്ന് കണ്ട ഗംഗാദേവി പ്രത്യക്ഷയായി കുഞ്ഞിന് സമീപം എത്തി. അവനെ വാരിപ്പുണർന്നു. അപ്പോൾ അവൻ ശാന്തമായി. കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നത് കണ്ട സൂര്യദേവൻ തൻ്റെ താപത്തെ കുറച്ചു. മനുഷ്യർക്ക് ശാന്തി പ്രാപ്തമായി. തന്നെ എടുത്തിരിക്കുന്നത് ആരാണെന്നറിയില്ലെങ്കിലും അവൻ ഇടയ്ക്കിടെ കണ്ണുകൾ അടച്ചും തുറന്നും ഗംഗാമാതാവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഗംഗാമാതാവ് അവനെ ഉമ്മകൾ കൊണ്ട് മൂടി. അവനെ ഇത്തിരി നേരം ലാളിച്ചു. എന്നിട്ട് ആ പെട്ടിയിൽ തന്നെ കിടത്തി. അതവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ ശബ്ദമുണ്ടാക്കി. ഗംഗാമാതാവ് വീണ്ടും അവനെ കൈകളിലെടുത്തു. എന്നിട്ട് അവനെ തോളിൽ കിടത്തി താരാട്ട് പാടി ഉറക്കി. അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ നിദ്ര പൂണ്ടടഞ്ഞു. അവൻ ഉറങ്ങിയെന്ന് ബോധ്യമായതോടെ അവനെ പെട്ടിയിൽ കിടത്തി. നിന്റെ വിധിയുടെ സമീപം തന്നെ നീ എത്തിയിരിക്കുകയാണ് പുത്ര. വീണ്ടും നമുക്ക് ഇവിടെ വെച്ച് കണ്ടുമുട്ടാം. എനിക്കൊരു ഉപദേശം മാത്രമാണ് തരാനുള്ളത്. ധർമ്മത്തിൽ നിന്ന് പിന്തിരിയാതിരുന്നാലും പുത്ര. അവൻ്റെ ശിരസിൽ കൈവച്ച് നിന്റെ ധർമ്മം നിന്നെ സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാമാതാവ് അപ്രത്യക്ഷയായി. പെട്ടി വീണ്ടും കുറച്ചുകൂടി മുന്നോട്ടൊഴുകി. അവിടെ സ്നാനം ചെയ്യുവാൻ നിൽക്കുകയായിരുന്ന ഒരു വ്യക്തിയുടെ സമീപം പെട്ടി ഒഴുകിയെത്തി. അയാൾ സ്നാനം ചെയ്യുന്നത് നിർത്തി. ആ പെട്ടിയിൽ നിന്ന് കുഞ്ഞിനെ എടുത്തു. ഈ സുന്ദരനായ ശിശു ആരാണ്? ഇവൻ ഏതോ ഉയർന്ന ജാതിയിൽപ്പെട്ടവനാണെന്ന് ഇവൻ്റെ വേഷത്തിൽ നിന്നും രൂപത്തിൽ നിന്നും മനസ്സിലാക്കാം. പക്ഷേ ഈ കുഞ്ഞ് ഇത്തരുണത്തിൽ എങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു? അയാൾ ആ പെട്ടി നോക്കി. അതിൽ സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളുമായിരുന്നു. തീർച്ചയായും ഇവൻ ഉപേക്ഷിക്കപ്പെട്ടത് തന്നെയാണ്. ഇവനെ ഏതെങ്കിലും കാരണവശാൽ ഇവൻ്റെ മാതാവിന് ഇവന് നഷ്ടപ്പെട്ടതാണെങ്കിൽ ഈ ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഉണ്ടാവില്ലായിരുന്നു. തീർച്ചയായും ഇവൻ ഏതോ രാജകൊട്ടാരത്തിലെ രാജകുമാരനാണ്. ഒരു രാജകുമാരൻ്റെ വസ്ത്രമാണിവൻ ധരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, കാതിൽ കാണുന്ന പ്രകാശപൂരിതമായ കുണ്ടലങ്ങളും സ്വർണ്ണവർണ്ണമാർന്ന ഇവൻ്റെ ദേഹവും കാണുമ്പോൾ ഇവൻ സാധാരണ ശിശുവല്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. നീ ആരാണ് പുത്ര? നിന്റെ കുലം എന്താണ്? നാം നിന്നെ ആരെയാണ് ഏൽപ്പിക്കുക? അപ്പോഴാണ് അദ്ദേഹത്തിന് ശാന്തന മഹാരാജാവിൻ്റെ പുത്രനായ ഭീഷ്മരെ ഓർമ്മ വന്നത്. അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഇവനെ ഏൽപ്പിക്കാം. അദ്ദേഹം ഇവന് സുരക്ഷ പ്രദാനം ചെയ്യുന്നതായിരിക്കും. താനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രഥത്തിൻ്റെ സാരഥിയായ അതിരഥനാണ്. തനിക്ക് ഈ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കാനാകും? ഈ കുഞ്ഞ് തൻ്റെ വംശമല്ല. മാത്രമല്ല, താൻ ഇവനെ വളർത്തുകയാണെങ്കിൽ ഇവൻ്റെ ഭാവി പ്രശ്നത്തിലാകുന്നതാണ്. ശാന്തമായുറങ്ങുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എവിടെയോ ഒരു പിതാവിൻ്റെ ഹൃദയത്തിലെ നൊമ്പരമുണർന്നു. അപ്പോഴേക്കും വിശപ്പിനാൽ കുഞ്ഞുണരുകയും ചെയ്തു. തന്നെ എടുത്തിരിക്കുന്ന ആളെ അവൻ ഉറ്റുനോക്കി. അതിരഥനെ കണ്ട് അവൻ പുഞ്ചിരി തൂകി. ആ പിഞ്ചു പൈതലിനെ ഉപേക്ഷിക്കുവാൻ അതിരഥന് മനസ്സ് വന്നില്ല. അതിരഥൻ അവനെ തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. അതിരഥൻ്റെ പത്നി രാധ കുഞ്ഞിനെ അതിശയത്തോടു കൂടി നോക്കി. അതിരഥൻ കാര്യങ്ങൾ വിവരിച്ചു. രാധ അവനെ കയ്യിലെടുത്തു. രാധയുടെ കൈകളിൽ അവൻ അനങ്ങാതെ കിടന്നു. അവരെ നോക്കി പുഞ്ചിരി തൂകി. വിശപ്പ് അധികരിച്ചതുകൊണ്ട് അവൻ ചിണുങ്ങി. കാര്യം മനസ്സിലായ രാധ ഗൃഹത്തിലുണ്ടായിരുന്ന പാൽ അവന് നൽകി. രുചിയോടെ അവൻ അത് അകത്താക്കി. മതിയായപ്പോൾ അവൻ ശബ്ദമുണ്ടാക്കി. എന്നിട്ട് രാധയുടെ ദേഹത്തേക്ക് ചാഞ്ഞു. രാധ അവനെ താരാട്ടുപാടി ഉറക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഉറങ്ങാൻ തയ്യാറായില്ല. താൻ വീണ്ടും ഉപേക്ഷിക്കപ്പെടുമോ എന്ന് ഭയന്നു. എന്നാൽ ഉറക്കക്ഷീണം അവൻ്റെ മകളെ മൂടി. അവൻ നിദ്രയിലാണ്ടു. മാതാപിതാക്കളാകുവാനുള്ള ഭാഗ്യം രാധയ്ക്കും അതിരഥനും ഉണ്ടായിരുന്നില്ല. രാധയെ ഗാനൻ അടുത്ത അധ്യായത്തിൽ തുടരും.